അത് വിനയ സാറിന്റെ അടുത്ത് പോയിട്ട് ദിവ്യോണി ചോദിച്ചു, സാറേ എന്റെ മുറച്ചെറുക്കനായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആരാ? അപ്പൊ പറഞ്ഞത് കലാഭവൻ മണിയാ. അയ്യേ എനിക്കൊന്നും വേണ്ട, അയ്യോ ഇത്രയും കറുപ്പുള്ള ആളൊന്നും എനിക്ക് വേണ്ട. അയ്യേ എന്തത്, എനിക്ക് എന്റെ മുറച്ചെറുക്കൻ നല്ല വെളുത്ത് നല്ല സുന്ദരനായിരിക്കണം. ഐശ്വര്യ റായ് ഈ പുള്ളി എന്നെ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഹായ് കലാഭവൻ മണി സാർ, ഹായ് യു? വെരി ഫൈൻ. I see that your movie. And which movie? Vasanthiyum, Lakshmiyum, പിന്നെ നാനും. Very good movie. Thank you, ma'am. ഐശ്വര്യ എന്റെ ദേഹത്ത് കൈയിട്ടപ്പോ ഇത് എന്തോ എന്റെ ദേഹത്ത് വേറെ എന്തോ പെയിന്റ് അടിച്ച പോലെ തോന്നിട്ട്. കാരണം ഒന്നാമതിൽ ഞാൻ ബ്ലാക്ക് ആയിട്ടിരിക്കണേ, ഈ കൈ എന്റെ ഈ ദേഹത്തോടെ വരുമ്പോ ഞാനാണെങ്കിൽ ഷർട്ട് ഇട്ടിട്ടില്ല, എന്തോ ഒരു ഇടിവെട്ടായിട്ട പോലത്തെ ഒരു സാധനം, ഇങ്ങനെ ഒരു വെള്ള കളർ കൂടെ. അപ്പൊ എന്നെ തൊള്ളി കൈയിട്ടിട്ട് ഇങ്ങനെ പോകുമ്പോ സീനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ ഒരു 28 പ്രാവശ്യം സീൻ എടുത്തു. കാരണം ഞാൻ ഡയലോഗ് പറയും, ഇവര് ശരിക്കും. ഞാൻ ഡയലോഗ് പറയും, രജനി സാർ ശരിക്കും. അപ്പൊ ശങ്കർ സാർ പറഞ്ഞത്, മണി സാർ പരവായില്ല സാർ, അവർ ரொம்ப എടുത്തിട്ടും പരവായില്ല. இன்னைக்கு ஒரு நாள் எனக்கு பாய் ஃப்ரெண்டா இருக்கியா? ஒரு நாள் பாய் ஃப்ரெண்டா? அதான்யா, இந்த ஒரு நாள் முதல்வர் மாதிரி ஒரு நாள் பாய் ஃப்ரெண்ட். என்னம்மா நீங்க வெண்ணை கட்டி மாறி இருக்கீங்க, நான் பன்னிக்குட்டி மாறி இருக்கேன், நான் உங்களுக்கு பாய் ஃப்ரெண்டா? ஆமாயா. ஐயோ ரொம்ப தேங்க்ஸ் அம்மா, என்னால நம்ப முடியலம்மா. ദിവ്യോണിയുടെ ആദ്യത്തെ പടം